എന്റെ മക്കളെവിടെ അല്ലാ? ഇന്നലെ വരെ എന്നെ ചേർത്തി പിടിച്ചുകൊണ്ട് പേടിക്കണ്ടടി, ഞാനുണ്ട് നിനക്ക് എന്ന് പറഞ്ഞെനിക്ക് ധൈര്യം തന്ന എന്റെ ഭർത്താവ് എവിടെ അല്ലാ? എന്റെ പ്രിയപ്പെട്ട ഭാര്യ എവിടെ അല്ലാ? നിങ്ങളില്ലാതെ ഒരു നിമിഷം ഞാനില്ല, നിങ്ങൾ പോകാത്തടുത്ത് ഞാനുമില്ല എന്ന് പറഞ്ഞ് എന്നോട് ചേർന്ന് നിന്ന് എന്റെ പ്രിയപ്പെട്ടവളെവിടെ അല്ലാ? എന്റെ മക്കളെവിടെ അല്ലാ? എന്റെ ബാപ്പ എവിടെ അല്ലാ? എന്റെ സഹോദരങ്ങൾ എവിടെ അല്ലാ? എന്റെ കൂട്ടുകാരെവിടെ അല്ലാ? അവരാരും എന്റെ വിളി കേൾക്കുന്നില്ലല്ലോ റബ്ബേ. ഞാൻ മരിക്കാൻ എന്റെ കുടുംബം കാത്തിരുന്നു, ഞാൻ മരിക്കാൻ എന്റെ ഭാര്യ കൊതിച്ചിരുന്നു, ഞാൻ മരിക്കാൻ എന്റെ ഭർത്താവ് ആഗ്രഹിച്ചിരുന്നു, ഞാൻ മരിക്കാൻ എന്റെ മക്കള് കൊതിച്ചിരുന്നു. ഈ പ്രതികരിക്കാത്ത പ്രേത ശരീരങ്ങളുടെ നടുത്തളത്തിൽ അവർ ഒറ്റയ്ക്കെന്നെ കിടത്തിക്കളഞ്ഞല്ലോ റബ്ബേ. ഒരു വെളിച്ചത്തിന്റെ വഴി പോലുമില്ലല്ലോ റബ്ബേ. എന്റെ വിളി പോലും അവര് കേൾക്കുന്നില്ലല്ലോ റബ്ബേ. അവരിലേക്ക് ചെല്ലാനുള്ള ഒരു വഴിയുമില്ലല്ലോ റബ്ബേ. ഒരു മാർഗവുമില്ലല്ലോ റബ്ബേ. ഖബറാളി ഖബറിൽ കിടന്ന് നിലവിളിക്കുമെന്ന് അബൂ റബീന്റെ വാക്കല്ല സഹോദരാ, അബൂ റബീന്റെ വാക്കല്ല ഉമ്മ. അല്ലാഹുവിന്റെ മുത്ത് റസൂലുള്ളാഹിയുടെ പരിശുദ്ധമായ നാവ് കൊണ്ട് വിവരിക്കുമ്പോ സ്വഹാബത്തിന്റെ പോലും നെഞ്ചകം ഉരുകി വീണുവെങ്കിൽ ഖബറിൽ ഒറ്റയ്ക്ക് കിടക്കണ്ടേ ഉമ്മ?